ഏതൊറക്കത്തിൽ നിന്ന് ചോദിച്ചാലും മറക്കാൻ പറ്റാത്തൊരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ അതിതാണ്. Accounting is the art of recording, classifying, and summarizing financial transactions in a significant manner and in terms of money, interpreting the results thereof to inform business decisions. It's basically the language of business. പക്ഷേ സത്യത്തിൽ പറഞ്ഞാ നമ്മളിതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചെന്നല്ലാതെ ഇതിന്റെ ശരിയായ അർത്ഥം എന്താ? ഒരു ചെറിയ കഥയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. രവി എന്ന് പറഞ്ഞൊരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ദിവസവും പീടിക തുറക്കും. കസ്റ്റമർ വരും, സാധനം വാങ്ങും. പൈസ വരും, സാധനം കുറയും. രവിയേട്ടൻ മാർക്കറ്റിൽ പോയി പുതിയ സാധനങ്ങളും വാങ്ങും. പക്ഷേ നമ്മുടെ രവിയേട്ടന് ചെറിയൊരു ഓർമ്മക്കുറവുണ്ടായിരുന്നു. ആരെത്ര രൂപ കൊടുത്തു, എത്ര കടം ബാക്കി, എത്ര ചെലവായി, ഒന്നും കൃത്യമായി ഓർമ്മയില്ല. ഈ പൈസ എങ്ങോട്ടാ പോണേ? ലാഭമാണോ നഷ്ടമാണോ? ബിസിനസ് വളരുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ കണക്കുപിള്ള അക്കൗണ്ടന്റ് മിസ്റ്റർ രഘു എത്തി. രഘു സാർ ദിവസവും കസ്റ്റമർ സാധനം വാങ്ങുന്നത് എഴുതി വെക്കാൻ തുടങ്ങി. ആരെന്തു വാങ്ങി, എത്ര രൂപ കൊടുത്തു, എത്ര കടം ബാക്കി, എല്ലാം പേപ്പറിൽ എഴുതി. അതാണല്ലോ അക്കൗണ്ടിംഗ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. കടയിലെ ദിവസച്ചെലവ്, ലോറിക്കൂലി, കറന്റ് ബിൽ, ഷോപ്പ് റെന്റ്, ഓരോ സാമ്പത്തിക ഇടപാടും രഘു സാർ രേഖപ്പെടുത്തി. സെയിൽസ് ഒരു സൈഡ്, പർച്ചേസ് ഒരു സൈഡ്, എക്സ്പെൻസ് വേറെ സൈഡ്. അങ്ങനെ എല്ലാം കാറ്റഗറി തിരിച്ചിട്ട് അറേഞ്ച് ചെയ്തു. അതാണല്ലോ ക്ലാസിഫൈയിങ്. മാസാവസാനം ഈ മാസം ഇത്ര സെയിൽ, ഇത്ര എക്സ്പെൻസ്, ഇത്ര പ്രോഫിറ്റ് എന്ന് ചുരുക്കി പറഞ്ഞു. അതാണല്ലോ സമ്മറൈസിംഗ്. രവിയേട്ട, എക്സ്പെൻസ് കുറച്ചാ പ്രോഫിറ്റ് കൂടും. ഈ പ്രോഡക്റ്റ് നല്ല പ്രോഫിറ്റ് തരുന്നുണ്ട്, ഈ സൈഡിൽ ലോസ് വരുന്നു. അതാണല്ലോ ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ബിസിനസ്സിലെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുകയും തരംതിരിക്കുകയും ചുരുക്കുകയും അതിന്റെ ഫലം മനസ്സിലാക്കുകയും ചെയ്യുന്ന കലയാണ് അക്കൗണ്ടിംഗ്. ഇപ്പൊ മനസ്സിലായില്ലേ? കൂടുതൽ ഈസിയായി പഠിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.